നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മുൻ മന്ത്രിയും CPMൻ്റെ മുതിർന്ന നേതാവുമായ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം സ്വന്തം പാർട്ടിയെക്കുറിച്ച് പരാമർശിച്ച ചില കാര്യങ്ങൾ നേതൃത്വത്തിലാകെ ഒരു ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളതും വളരെ വ്യക്തമാണ്. ജി സുധാകരന് കുറച്ച് തൊപ്പി അങ്ങോട്ട് തുന്നി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അത് ആർക്കാ ചേരുന്നതെന്ന് വെച്ചാൽ അതങ്ങോട്ട് എടുത്തിട്ട് വെച്ചോളുക. അതാണ്. അപ്പോൾ ചേരുന്നത് ആർക്കാണ്? അത് കൃത്യമായിട്ട് സുധാകരൻ്റെ പ്രസ്താവന വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം, അത് നമ്മുടെ കാരണഭൂതനാണ് ചേരുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില കാര്യങ്ങൾ നേതൃത്വത്തിൻ്റെ മുഖം മൂടി വലിച്ചു കീറുന്നതാണ്. CPM നേതാക്കളുടെ പ്രവർത്തന ശൈലിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സുധാകരൻ നടത്തിയത്. പാർട്ടിയുടെ ഭാരവാഹിത്വം വഹിക്കുന്നവർ പുറത്തുള്ളവർക്കും അങ്ങനെയാണ് പാർട്ടി വളരുന്നതെന്നും പറഞ്ഞ സുധാകരൻ 5-6 പേർ കെട്ടിപ്പിടിച്ചിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ എന്നും ചോദിക്കുകയുണ്ടായി. ഇങ്ങനെ ചെയ്താൽ പാർട്ടി വളരുമെന്ന് ചിലർ കരുതുന്നത് തെറ്റാണെന്നും സുധാകരൻ പറഞ്ഞു. ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട പഴയ കാര്യങ്ങളൊന്നും പറയരുതെന്ന് ഒരു MLA പറഞ്ഞതായിട്ടും സുധാകരൻ വേദിയിൽ പറയുകയുണ്ടായി. പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾക്കത് നന്നായിട്ട് ഓർമ്മയുണ്ട്. പണ്ട് MN വിജയൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിൽക്കുന്ന കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല. അങ്ങനെ പറഞ്ഞ MN വിജയനെ നിഷ്കരുണമാണ് കാരണഭൂതൻ വെട്ടിനിരത്തിയത്. എന്തിന്? അദ്ദേഹത്തിൻ്റെ മരണമുണ്ടായപ്പോൾ പോലും ഏത് തരത്തിലാണ് അനുശോചിച്ചതെന്ന് കേരളത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അപ്പം എന്തായാലും സുധാകരനോടും ഇത്തരത്തിലുള്ള ഒരു നിലപാടാണിപ്പോൾ കാരണഭൂതൻ കൈക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് 12% ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ 2.5% ചുരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളാണ് എല്ലാറ്റിനും മേലെ എന്ന മനോഭാവം മാറ്റണമെന്ന് പാർട്ടിക്കാരെ ഉപദേശിക്കാൻ സുധാകരൻ മറന്നില്ല. ഇതെല്ലാം കാരണഭൂതൻ്റെയും മരുമകൻ്റെയും പ്രവൃത്തിയിലൂടെയാണ് ഇത്തരത്തിൽ പാർട്ടിക്ക് കേരളത്തിൽ ഇനിയും പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരാൻ പോകുന്നത്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് സുധാകരൻ ഇത് പറഞ്ഞിരിക്കുന്നത്. വാക്കും പ്രവൃത്തിയും നല്ലതായിരിക്കണം, അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്തടി കൊടുത്തിട്ട് അത് വിപ്ലവമാണെന്ന് പറയുന്നത് ശരിയായ ശൈലിയല്ലെന്ന് സുധാകരൻ പറഞ്ഞിരിക്കുന്നു. LDF ഭരണകാലത്ത് സാംസ്കാരിക നായകന്മാരായിരുന്നവരാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തെ തകർത്തതെന്ന് കൂടി സുധാകരൻ തുറന്നടിച്ചിരിക്കുകയാണ്. കൃത്യമായ കാര്യമാണ്. കുറേ ഈ എൽച്ചിൽ തീരികളുണ്ട് കേരളത്തിനകത്ത്, കുറേ സാംസ്കാരിക നായ്ക്കൾ എന്ന് പറഞ്ഞ് നടക്കുന്നത്. CPMൻ്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവായ സുധാകരൻ VS അച്യുതാനന്ദൻ്റെ തട്ടകമായിരുന്ന ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയുടെ അവസാന വാക്കായിരുന്നു. VSനെ നേരിടാൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ സമർത്ഥമായി ഉപയോഗിച്ച സുധാകരൻ 1-ാം പിണറായി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. മറ്റു മന്ത്രിമാരെ അപേക്ഷിച്ച് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സുധാകരനെ ഇടതുമുന്നണിക്ക് അധികാര തുടർച്ച ലഭിച്ചപ്പോൾ പിണറായി വിദഗ്ധമായിട്ട് അങ്ങോട്ട് തഴഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുമെന്നുള്ളതിനാൽ മത്സരിക്കാൻ സീറ്റ് പോലും നൽകിയില്ല. കരുത്തനായ സുധാകരനെ വെട്ടാൻ സജി ചെറിയാനെയാണ് പിണറായി രംഗത്തിറക്കിയത്. തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയ നേതാവായി അറിയപ്പെടുന്ന ചെറിയാൻ പാർട്ടിക്കകത്തും പുറത്തുമുള്ള മതമൗലികവാദികളെ കൂട്ടുപിടിച്ച് സുധാകരനെ ഒതുക്കി. അനുഭവ സമ്പത്തും അക്കാദമിക് യോഗ്യതയും ഒക്കെയുള്ള സുധാകരനെ CPM ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇതിലൂടെ റദ്ദാക്കപ്പെടുകയായിരുന്നു. പാർട്ടിക്കുള്ളിലെ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത സുധാകരൻ ഇക്കാരണത്താൽ പലതവണ വിവാദ പുരുഷനായി വാർത്തകളിൽ നിറയുകയുണ്ടായി. പാർട്ടിയെ നയിക്കുന്നത് ക്രിമിനലുകളാണെന്ന സുധാകരൻ്റെ വിമർശനം നേതൃത്വത്തിൽ തന്നെ പലരെയും ഞെരിപിരി കൊള്ളിച്ചു. പാർട്ടി കാര്യങ്ങളിലുള്ള അറിവൊന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ്റെ ചങ്കൂറ്റവും സുധാകരനെ വ്യത്യസ്തനാക്കുന്നു. ഇതിനാലാണ് പാർട്ടി നേതാക്കളുടെ മുഖം നോക്കാതെ മുഖത്ത് തന്നെ നോക്കി പലതും വിളിച്ചു പറയാൻ മടിക്കാത്തത്. ആരും മറുത്തു പറയാറില്ല. അതിന് മുതിരുന്നവർ ഈ നേതാവിൻ്റെ നാവിൻ്റെ ചൂടറിയും.
സുധാകരൻ്റെ ഇപ്പോഴത്തെ വിമർശനത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസംഘവും നടത്തിയ നവകേരള സദസ്സിനെ വ്യത്യസ്തമാക്കിയത് ഓരോ ദിവസവും അരങ്ങേറിയ അക്രമങ്ങളാണ്. അനുദിനം യാത്ര കടന്നുപോയ ഇടങ്ങളിലെല്ലാം CPMകാരും പോലീസുകാരും ഒറ്റയ്ക്കും കൂട്ടായും രാഷ്ട്രീയ പ്രതിയോഗികളുടെ മേൽ വന്യമായ ശൗര്യത്തോടെ ചാടി വീഴുകയായിരുന്നു. ഇതിനെ പിന്തുണയ്ക്കുകയും ന്യായീകരിക്കുകയും ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയുമാണ് മുഖ്യമന്ത്രിയും CPM നേതാക്കളും ചെയ്തത്. സുധാകരൻ പറയുന്നത് പോലെ ആളുകളുടെ മുഖത്തടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതാണ് വിപ്ലവമെന്ന് ഭാവിക്കുകയാണ് പാർട്ടി സഖാക്കളും കാക്കിയിട്ട സഖാക്കളും. ഇത് ശരിയല്ലെന്ന് പറയാൻ ഒരാളെങ്കിലും ഉണ്ടായത് നന്നായി.